ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ പുട്ടുപൊടി എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഉപ്പിട്ടിട്ടുണ്ട്, അതിലേക്ക് കുറേശ്ശെ പാകത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് പൊടി നനച്ചെടുക്കാം. വാങ്ങിക്കുന്ന പൊടി ആയതുകൊണ്ട് വെള്ളത്തിന് അധികം വേണ്ടി വരും. പുട്ടും കടലയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പം നോക്കി കുറേശ്ശെ വെച്ചാൽ മതി. ഓരോരുത്തരെ പൊടിക്കനുസരിച്ചിരിക്കും വെള്ളം. അപ്പം അത് കറക്റ്റ് പറയാൻ പറ്റില്ല. പുട്ട് നനയ്ക്കുന്നതിൻ്റെ അളവ് പറയുകയാണെങ്കിൽ ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ പിടിക്കുമ്പോൾ ഇതിങ്ങനെ ഒട്ടി പിടിച്ചിരിക്കും. പക്ഷെ ഇങ്ങനെ കാണിക്കുമ്പോഴേക്കും ഇത് വിടരും. എന്താ അങ്ങനെ ഇരിക്കണം. എന്നാൽ പൊടി ഇങ്ങനെ കാണിക്കുമ്പോൾ ഇങ്ങനെ ഒട്ടും വേണം. അതാണ് അതിൻ്റെ പാകം. അപ്പോൾ നല്ല പുട്ടായിട്ട് കിട്ടും. വാങ്ങിക്കുന്ന പൊടി ഭയങ്കരമായിട്ട് വെള്ളം കുടിക്കുന്ന ഒരു നമ്മൾ അരി ഇവിടെ പൊടിച്ചെടുക്കുകയാണെങ്കിൽ വീട്ടിൽ കുതിർത്തി ഒന്ന് കഴുകി വാല വെച്ച് പൊടിപ്പിക്കാൻ കൊടുത്തിട്ടുള്ള പുട്ടുപൊടിയാണെങ്കിൽ ഇത്ര വെള്ളം ആവശ്യമില്ല. എനിക്ക് അത്യാവശ്യം വെള്ളം ആവശ്യമാണ്. എന്നാലും ഇത് പൊടിയാണ്. വേണ്ട ഇങ്ങനെ പൊടിയാണ് താനും, അതേസമയം ഇങ്ങനെ ഒട്ടും വേണം. അതാണ് എൻ്റെ പാകം. പുട്ടിപ്പോൾ ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. ആവിയിൽ നിന്ന് തിരിച്ചെടുക്കും. ആദ്യം നാളികേരവും പുട്ടുപൊടി ഇപ്പം നമ്മൾ പുട്ടിലേക്ക് കടല വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അരി കാച്ചാനുള്ള സാധനങ്ങളാണ് ഇതൊക്കെ.
അപ്പോൾ അടുപ്പത്ത് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. നാളികേരമൊക്കെ വറുത്തിട്ടിട്ടാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ അത് ചെയ്യാൻ നോക്കാം. അപ്പോൾ വെളിച്ചെണ്ണ കായുമ്പോൾ നമുക്ക് ഈ ഉള്ളി അതിലേക്കിടാം. ഒരുവിധം കാഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉള്ളിയും വെളുത്തുള്ളിയും ഉണ്ട്. ഉള്ളിയും വെളുത്തുള്ളി ഞാൻ കുറച്ച് അധികം ഇടും കടലിലേക്ക്. ഒരു 10-15 ചുവന്നുള്ളിയുണ്ട്, ഒരു കുടം വെളുത്തുള്ളിയുണ്ട്. ഉള്ളിയും വെളുത്തുള്ളി ഒരു പകുതി വഴഞ്ഞ് വരുമ്പോൾ നാളികേരം വറുത്തെടുക്കാനാണ്. അപ്പം അത് അതിൽ കിടന്ന് വഴഞ്ഞു. അപ്പോൾ ഒരു പകുതി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നാളികേരം എടുക്കാം. അത് നാളേരം വറന്നു വന്നുള്ളൂ ഇതിൽ തന്നെ. അത്രയ്ക്ക് ഭയങ്കര ചുമക്കണമെന്നില്ല. പക്ഷെ എന്നാലും നാളികേരം ഒന്ന് വറുത്ത പോലെയാണ്. നാളികേരം നമ്മൾ വറുത്തരച്ച് വയ്ക്കും. ഇത് അതുപോലെയല്ല, പിന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ കുത്തി പൊടിച്ച് കാച്ചാണ് താനും. പക്ഷെ ഒരു നാളികേരത്തിൻ്റെ വറവും ഉണ്ടാവും. അപ്പോൾ അതിനൊരു രസം കൂടുതല. കുറച്ച് മസാലയൊക്കെ ഇട്ട് ഉള്ളി നാളികേരം വറുത്ത് വന്നിട്ടാണ് ഞാനെനിക്ക് വേപ്പലൊക്കെ ഇട്ടുണ്ട്. നന്നായി മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് വേപ്പല നന്നായി അതൊന്ന് മുരിഞ്ഞ. അപ്പോൾ അതിലേക്ക് ഞാനിനി ഇടാൻ പോണത് വറ്റൽമുളകാണ്. വറ്റൽമുളക് ചതച്ചത്. വറ്റൽമുളക് ചതച്ചിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി, ഒരു ചെറിയ സ്പൂണ് ഗരം മസാല. അത് ഞാൻ പൊടിച്ചതാണ്. അങ്ങനെ അത് കാണിച്ചതാണ്. പൊടിച്ച ഗരം മസാല ഇട്ടുണ്ട്. അങ്ങനെ കടലക്കറിയിലേക്ക് ഇട്ട കൂട്ട്. ഇനി നമുക്കിതിലേക്ക് കടല അതിലൊരു നെയ്യ് ചെറുതായി കുറുതാകട്ടെ. വെള്ളം അല്പം ഞെട്ടതല്ലേ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് അവിടെ പുട്ടിലേക്ക് ഒഴിക്കാണ്. എന്നാലും ഒന്ന് അതിൽ കിടന്ന് കുറുതായി വരട്ടെ. ഈ സമയത്താണ് ഉപ്പ്. ഞാൻ കടലിട്ട് വയ്ക്കുമ്പോൾ, കുതിർത്ത് വയ്ക്കുമ്പോൾ ഞാൻ അതിലെല്ലാം ഉപ്പ് ഇടും, അതിൽ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഉപ്പന്നെ ഇട്ടുള്ളൂ. അപ്പോൾ അത് നോക്കണം. ഇതിൽ ഉപ്പ് പാകല്ലെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുക്കും. അപ്പോൾ ഞാൻ ഉപ്പിലേക്ക് അതിൽ ഉപ്പുണ്ടായിരുന്നില്ല, കുറവായിരുന്നു. അപ്പോൾ ഞാനതിൽ ഉപ്പ് ചേർത്തു. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. ഇങ്ങനെ കടല വെച്ച് നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. ഇതാണ് എൻ്റെ പുട്ടും കടലും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.